SKSF ശാഖയുടെ ദശവാർഷിക സമ്മേളനമാണ് നാം എന്നും നാളെയും ഇവിടെ ആഘോഷിക്കുന്നത്. സുദീർഘമായ ഒരു പ്രഭാഷണമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കാലടിയെക്കുറിച്ച് ചെറിയൊരു ചിത്രം വരക്കുകയാണ്. കാലടി എന്ന് പറയുന്ന പ്രദേശം മഹത്തുക്കളെ കൊണ്ട്, പണ്ഡിതന്മാരെ കൊണ്ട്, സാദാത്തുക്കളെ കൊണ്ട്, ആരിഫീങ്ങളെ കൊണ്ട് അനുഗ്രഹീതമായ ഒരു പ്രദേശമാണ് കാലടി എന്ന് പറയുന്ന മഹത്തായ പ്രദേശം. നമുക്കറിയാം, ഇവിടെ അടുത്ത പള്ളി യഹ്യ ജുമാ മസ്ജിദ്. ബഹുമാനപ്പെട്ട നമ്മുടെയൊക്കെ ആദരണീയരും അതുപോലെ ആത്മീയമായി നമ്മെ തർബിയത്തും ചെയ്യുന്ന ബഹുമാനപ്പെട്ട കുഞ്ഞഹ്മദ് ഷേഖ് നഖ്ശബന്ദി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളാണ് ഈ പള്ളി എടുത്തതും അതിന് നാമധേയം നൽകിയതും. അതിന് കാരണമുണ്ട്. യഹ്യ ജുമാ മസ്ജിദ് എന്ന് പറയാനൊരു കാരണമുണ്ട്. അദ്ദേഹത്തിന്റെ ഷെയ്ഖാണ് മുഹമ്മദ് യഹ്യ നഖ്ശബന്ദി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. മഹാനവറുകൾ ബഹാവുദ്ദീൻ നഖ്ശബന്ദി തരീഖത്തിന്റെ, ബഹാവുദ്ദീൻ ഷെയ്ഖിന്റെ പിതൃയ പരമ്പരയിൽപ്പെട്ട ഒരു മഹാഷെയ്ഖായിരുന്നു. മഹാനായ കുഞ്ഞഹ്മദ് ഷെയ്ഖ് എന്ന് പറയുന്ന മഹാമനുഷ്യൻ, ആരിഫ്, അള്ളാഹുവിന്റെ ആരിഫ്, ഒരു ഹജ്ജിന് പോയ സന്ദർഭത്തിൽ, മക്കയിലെത്തിയ സന്ദർഭത്തിൽ അവിടെ യഹ്യ ഷെയ്ഖുമായി ബന്ധപ്പെടാൻ അവസരമുണ്ടായി. 12 വർഷമെന്നും 7 വർഷമെന്നും അഭിപ്രായമുണ്ട്. ഷെയ്ഖുമായി നിരന്തരം ബന്ധപ്പെടുകയും ആത്മീയമായി ഒരുപാട് ഉയർച്ച നേടുകയും ചെയ്തു. അങ്ങനെ തന്റെ മുരീദുമാരൊക്കെ ബഹുമാനപ്പെട്ട യഹ്യ ഷെയ്ഖ് വിളിച്ചു വരുത്തി പറഞ്ഞു, എന്റെ യഥാർത്ഥ മുരീദ് ഖിലാഫത്ത് ആർക്ക് ഏൽപ്പിക്കണം, നഖ്ശബന്ദിയ ത്വരീഖത്തിന്റെ പട്ടം ആരെ ഏൽപ്പിക്കണം എന്ന് ഷെയ്ഖ് ആലോചിക്കുകയും തന്റെ മുരീദുമാരെ വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട യഹ്യ ഷെയ്ഖ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ പറഞ്ഞു, എനിക്ക് 40 ദിവസം സുബഹിന്റെ സമയത്ത് മുടങ്ങാതെ വെള്ളം ചൂടാക്കി കൊണ്ടുവരുന്നവർ നിങ്ങളെ കൂട്ടത്തിൽ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ പരസ്പരം മുഖം നോക്കി നിന്ന മുരീദന്മാർക്കിടയിൽ നിന്ന് ഒരു സുസ്മേരവദനായിക്കൊണ്ട് ഒരു മുരീദ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഷെയ്ഖേ, ഞാനത് ചെയ്തു കൊള്ളാം, ഞാനത് നിർവഹിച്ചു കൊള്ളാം. അത് പറഞ്ഞത് ബഹുമാനപ്പെട്ട നമ്മുടെ കുഞ്ഞഹ്മദ് ഷെയ്ഖ് നഖ്ശബന്ദി ഖദ്ദസല്ലാഹു സിറഹു. ഞാൻ ചുരുക്കി പറയാം, ബഹുമാനപ്പെട്ട കീച്ചേരി ഉസ്താദും ഇവിടെ എത്തിക്കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഈ കാലടിയിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ടവർ ഇത്തരം പരിപാടികൾ വന്ന് നമുക്ക് നേതൃത്വം നൽകാറുണ്ട്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കുഞ്ഞഹ്മദ് ഷെയ്ഖ് അത് ഏറ്റെടുക്കുകയും അന്ന് മുതൽ 39 ദിവസം, ശരിക്കും ശ്രദ്ധിക്കണം, അന്ന് മുതൽ 39 ദിവസം മഹാനവറുകൾ സുബഹിക്ക് മുമ്പായി വെള്ളം ചൂടാക്കി നൽകി. 40ാമത്തെ ദിവസം എഴുന്നേറ്റതോ സുബഹിക്ക് അല്പം മുമ്പ് വെള്ളം ചൂടാക്കാനുള്ള സമയമില്ല, വളരെ കുടുസായ സമയം. മഹാനവറുകൾ പേടിച്ചു. അങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് കിണറിലേക്ക് ബക്കറ്റിടുകയും കോരിയ വെള്ളം അത്ഭുതകരമെന്ന് പറയട്ടെ, നല്ല ഒന്നാം തരം ചൂടുവെള്ളമായിരുന്നു. ഷെയ്ഖ് അവറുകൾ പറഞ്ഞു, യഹ്യ ഷെയ്ഖ് പറഞ്ഞു, ഓ കുഞ്ഞഹ്മദേ, നീ തന്നെയാണ് എന്റെ പിൻഗാമി എന്ന് പറഞ്ഞുകൊണ്ട് നഖ്ശബന്ദിയ ത്വരീഖത്തിന്റെ ഖിലാഫത്ത് പട്ടം ബഹുമാനപ്പെട്ട കുഞ്ഞഹ്മദ് ഷെയ്ഖ് നഖ്ശബന്ദി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ ഏൽപ്പിക്കുകയും ആയുർവേദ യൂനാനി ചികിത്സയുടെ ആ ഇജാസിയത്തും മഹാനവറുകൾ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പാലത്തും കരയിൽ കണ്ടയാളെ, ആദ്യം കണ്ടയാളെ ഈ ഇജാസിയത്ത് ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട കുഞ്ഞഹ്മദ് ഷെയ്ഖ് സ്വദേശമായ നൂഞ്ഞേരിയിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് പാലം കരയിൽ കണ്ടത് മൂലയിൽ റമളാൻ എന്ന് പറയുന്ന റമളാൻ ഷെയ്ഖിനെയാണ്. അദ്ദേഹത്തിനെയാണ്, മഹാനവറുകളെയാണ് ഈ ചികിത്സയുടെ ഇജാസിയത്ത് ഏൽപ്പിക്കുന്നത്. ചുരുക്കി പറയട്ടെ, വർഷങ്ങൾക്ക് ശേഷം മഹാനവറുകൾ മുഹറം 28-ാം തീയതി 1300 ഹിജ്റ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വേളയിൽ മുംബൈയിൽ നിന്ന് മലബാറിലേക്കുള്ള കപ്പൽ യാത്രക്കിടയിൽ ലുഹാ സമയത്ത് തന്റെ കൂടെയുള്ള ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, ഞാനിതാ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ വേണ്ടി പോവുക, മരണപ്പെട്ടു കഴിഞ്ഞാൽ ഈ കടലിൽ എന്നെ കബറടക്കം ചെയ്യണം. അങ്ങനെ കുഞ്ഞഹ്മദ് ഷെയ്ഖിനെ കബറടക്കം ചെയ്തത് കടലിലാണ്. അദ്ദേഹത്തിന്റെ ഓമന പുത്രനാണ്, അദ്ദേഹത്തിന്റെ പുത്രനാണ് ആരിഫായ വലിയായ ഇവിടെ കിടക്കുന്ന അശ്ശൈഖ് അബ്ദുൽ ഖാദിർ നഖ്ശബന്ദി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. മഹാനവറുകൾ കാലടിയിലാണ് താമസം ആക്കിയത്. കുഞ്ഞഹ്മദ് ഷെയ്ഖ് നൂഞ്ഞേരിൽ നിന്ന് പിന്നീട് താമസം